വാർത്തകൾ വിശദമായി. ബലാത്സംഗ കേസിൽ പ്രതിയായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്താക്കലടക്കമുള്ള കടുത്ത നടപടിയിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നുവെന്ന് സൂചന നൽകി കെ മുരളീധരൻ. തിരുത്തലിന് സാധ്യത ഉള്ളതായി തോന്നാത്തതിനാൽ കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്നും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിരിക്കുന്നുവെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വിവരങ്ങളുമായി ആന്റണി ജോർജ് ചേരുന്നു. ആന്റണി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കടുത്ത നടപടിയിലേക്ക് തന്നെ കോൺഗ്രസ് നീങ്ങുന്നു എന്നൊരു സൂചനയാണ് ഇപ്പോൾ കെ മുരളീധരൻ നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടി വേണമെന്ന ഒരു വികാരം ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ശക്തമാണ്. നേതാക്കളടക്കം അത് ഇപ്പോൾ പരസ്യമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. കെ മുരളീധരൻ അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്. പാർട്ടി ഏൽപ്പിച്ചത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്, അല്ലാതെ മതില് ചാടാനല്ല എന്നുള്ള കാര്യമാണ്. ഇത്തരത്തിൽ ഇങ്ങനെ ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല, ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കടുത്ത നടപടി പോകേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ളതാണ് മുരളീധരൻ പറയുന്നത്. ഇനിയും പുകഞ്ഞ കൊള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും പുറത്തേക്ക് പോകാമെന്ന് കൂടി മുരളീധരൻ പറഞ്ഞു വെക്കുന്നു. ഏതായാലും നമുക്കറിയാവുന്നതുപോലെ ഇത്രയും ദിവസം പാർട്ടി പറഞ്ഞിരുന്നത് ഇതുവരെയും ഈ പാർട്ടിക്കൊരു പരാതി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലഭിച്ചിട്ടില്ല. പുറത്താക്കലടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ അതിനപ്പുറത്തേക്ക് നേരത്തെ പരാതി വന്ന സാഹചര്യത്തിൽ അന്ന് തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഏതായാലും അത് പിന്നാലെയാണ് ഇപ്പോൾ ഇന്നലെ ഒരു യുവതി മെയിൽ മുഖാന്തിരം ഇങ്ങനെ ക്രൂരമായി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ KPCC പ്രസിഡന്റിന് പരാതി നൽകിയത്. ഏതായാലും ആ പരാതി വന്നതിന് പിന്നാലെ തന്നെ KPCCയിൽ കൂടിയാലോചനകൾ തുടങ്ങിയിരുന്നു. ഏതായാലും ഇന്ന് തന്നെ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പോകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തീരുമാനം. അത് ഭൂരിഭാഗം നേതാക്കളും ഭൂരിഭാഗം പാർട്ടിക്കുള്ളിൽ ഉയരുന്ന അല്ലെങ്കിൽ ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം അത് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. KPCC അധ്യക്ഷൻ ഇന്ന് ആലപ്പുഴയിൽ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് 11:30. അതിൽ ഒരുപക്ഷെ ഒരു തീരുമാനമൊക്കെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. KPCCക്കുള്ളിൽ നേതാക്കൾക്കിടയിൽ ഇപ്പോൾ കൂടിയാലോചനകൾ ശക്തമായി തന്നെ തുടരുകയാണ്. ഔദ്യോഗികമായി തന്നെ പാർട്ടി അധ്യക്ഷന് പരാതി സമർപ്പിക്കുകയും ആ പരാതി KPCC അധ്യക്ഷൻ DGPക്ക് കൈമാറുകയും ചെയ്തു. അപ്പോൾ സാധാരണ രീതിയിൽ അദ്ദേഹം രാഹുൽ ഒരു പാർട്ടിക്കാരനായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും പാർട്ടി തലത്തിലാണ് അന്വേഷിക്കുക. പക്ഷേ അദ്ദേഹം പാർട്ടിയിൽ സസ്പെൻഷനായതുകൊണ്ട് തന്നെയാണ് KPCC പ്രസിഡന്റ് അത് DGPക്ക് ഫോർവേഡ് ചെയ്തത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം പാർട്ടി വേഗത്തിൽ തന്നെ കൈക്കൊള്ളും. ഈ പറഞ്ഞതുപോലെ സസ്പെൻഷൻ എന്നുള്ളത് തെറ്റ് തിരിച്ചു വരാനുള്ള ഒരു മാർഗമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി അനുവർത്തിച്ചു വരുന്നതെങ്കിലും ഇക്കാര്യത്തിൽ ഇനി അതിനൊരു സ്കോപ്പില്ലാത്ത സാഹചര്യത്തിൽ ഉചിതമായി ശക്തമായിട്ടുള്ള നടപടി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഞാൻ അന്നൊരു കാര്യം സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ സസ്പെൻഷനാണ്. തുടർ നടപടികൾ പരിശോധിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട്. ഇല്ല, അതൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് തീരുമാനം എടുക്കുക. ഞങ്ങൾ അന്ന് സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ റിട്ടേൺ ആയിട്ടുള്ള ഒരു പരാതിയും സർക്കാരിൻ്റെയോ പാർട്ടിയുടെയോ മുമ്പിലുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ റിട്ടേൺ ആയിട്ടുള്ള പരാതി സർക്കാരിൻ്റെ മുമ്പിലുണ്ട്, പാർട്ടിക്കും റിട്ടേൺ ആയിട്ടുള്ള പരാതി കിട്ടിയിട്ടുണ്ട്. പുറത്തു വന്ന ഓരോ പരാതികളും തെളിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു രാഷ്ട്രീയ മാലിന്യമായിരുന്നു എന്ന് തന്നെയാണ് തെളിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ MLA സ്ഥാനത്ത് പോലും തുടരുന്നത് ശരിയാണോ? അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ പൊക്കിൾ കോഴി ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അതിൽ ഒരു ഉത്തരവാദിത്വമില്ല. പിന്നെ അദ്ദേഹം തുടരണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നതും സാഹചര്യങ്ങൾ അനുസരിച്ച് തീരുമാനിക്കേണ്ടത് സ്പീക്കറാണ്. അല്ല, അദ്ദേഹത്തിന് സ്വന്തം ലഭിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്വം പദവി അല്ലല്ലോ MLA സ്ഥാനം, പാർട്ടി നൽകിയ പദവിയല്ല. അപ്പോൾ പാർട്ടിക്ക് തന്നെ അതിനകത്തൊരു ഉത്തരവാദിത്വം ഇല്ലേ? പാർട്ടിക്ക് എന്താ ഉത്തരവാദിത്വം? പാർട്ടി ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ നിർവഹിക്കാത്ത ആൾ പാർട്ടിക്ക് പുറത്താണ്.
പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്, അല്ലാതെ മതിലയാടാനല്ല. പാർട്ടി ഓരോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്. അത് ചെയ്യാതെ ഞാൻ ഒരു കാര്യം പറയാം, ഒരു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തിക്കുന്ന ജനപ്രതിനിധി, ഇവർക്കൊന്നും ഇമാതിരി പ്രവൃത്തി ചെയ്യാൻ കഴിയില്ല. കാരണം ഒരുപാട് ഔദ്യോഗിക ജോലികളും പാർട്ടി ജോലികളൊക്കെയുള്ള ആൾക്കാർ ഇങ്ങനത്തെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുവെങ്കിൽ ഈ പൊതുരംഗത്ത് മാത്രമല്ല ഒരു രംഗത്തും നിൽക്കാൻ യോഗ്യനല്ല. രാഹുലിനെ തിരിച്ചറിയാൻ പാർട്ടി വൈകിപ്പോയി. ഇപ്പോൾ ആർക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? നമുക്ക് എല്ലാവരെയും മനസ്സ് ക്യാമറ വെച്ച് പരിശോധിക്കാൻ പറ്റുമോ? AI പോലും കഴിയുന്നില്ല, പിന്നെയാണോ മനുഷ്യന് കഴിയുന്നത്? ഇനി ചില നേതാക്കന്മാരൊന്നുമില്ല, പുകഞ്ഞ കൊള്ളി പുറത്ത്, ആ പുകഞ്ഞ കൊള്ളിയോട്ട് സ്നേഹമുള്ളവർക്കും പുറത്തു പോവാം. ഞങ്ങളൊരു കാര്യം പറയാം, ഞങ്ങൾക്ക് മറ്റു പാർട്ടികളുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല, അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഞങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് പാർട്ടിയുടെ നിലപാടിനനുസരിച്ച് പ്രവർത്തിക്കുകയും പൊതുസമൂഹത്തിൽ ചീത്തപ്പേരുണ്ടാക്കാനും പാടില്ല. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പാർട്ടി നടപടിയെടുക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പരിശോധിക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ മറ്റു പാർട്ടികളുടെ കാര്യങ്ങൾ ഞങ്ങളെ സ്വാധീനിക്കില്ല. ഞങ്ങൾ പാർട്ടിയുടെ അച്ചടക്കവും മാത്രമല്ല, പാർട്ടിയുടെ സൽപ്പേര്, ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് സദാചാരമാണ്. ഇപ്പോൾ കിട്ടിയ പരാതി നിങ്ങൾ ഉടൻ തന്നെ DGPക്ക് കൈമാറി കേസെടുക്കാൻ പോകുന്നു. പക്ഷേ സമാനമായ സാഹചര്യങ്ങളിൽ CPM കിട്ടിയ പരാതികൾ അവര് പോലീസ് കൈമാറാതെ കമ്മീഷന് വയ്ക്കി അതിന് തീവ്രത നൽകുകയാണ് ചെയ്തത്. എന്താണ് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട്? ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണം എന്നാണ് പാർട്ടിയുടെ നിലപാട്. അതിനെതിരായിട്ട് ആര് നീങ്ങിയാലും നടപടി പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും. പക്ഷെ സമാന പരാതികൾ കമ്മീഷനെ വിട്ട് അന്വേഷിപ്പിച്ച CPM പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിനെതിരെ വളരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്നു. അല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിമർശനം ഞങ്ങൾ കണക്കിലെടുക്കുന്നേ ഇല്ല. കാരണം അവരുടെ ഒരുപാട് ആൾക്കാരുടെ പേരിൽ പരാതിയുണ്ട്. ആന്റണി, ഗുരുതരമായ അല്ലെങ്കിൽ ശക്തമായ രീതിയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കെ മുരളീധരന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. പുകഞ്ഞപുള്ളി പുറത്ത് എന്ന് തന്നെയാണ് പറയുന്നത് കെ മുരളീധരൻ പറയുന്നത്. അതുപോലെ തന്നെ തെറ്റ് തിരുത്തി തിരികെ വരും എന്നൊരു പ്രതീക്ഷ പോലും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അതുപോലെ തന്നെ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാം എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ആന്റണി, തുടരാം. പാർട്ടിയുടെ നിലപാട് കൃത്യമായി തന്നെ മുരളീധരൻ പറഞ്ഞു വെക്കുകയാണ്. മുരളീധരൻ പറയുന്നുണ്ട്, മുൻപ് സസ്പെൻഡ് ചെയ്യുന്ന ഘട്ടത്തിൽ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിക്ക് മുന്നിലോ സർക്കാരിന് മുന്നിലോ പോലീസിന് മുന്നിലോ ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് സാഹചര്യം അതല്ല, ഒരു കേസ് വന്നിരിക്കുന്നു, പാർട്ടിക്ക് മുന്നിലേക്ക് ഒരു പരാതി വന്നിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും കടുത്ത നടപടിയിലേക്ക് പോകേണ്ട സാഹചര്യം തന്നെയാണ്. അതാണ് ആ വാക്ക് അദ്ദേഹം പ്രയോഗിക്കുന്നത്. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായി എന്നുള്ള ആ ഒരു വാക്ക് അദ്ദേഹം പ്രയോഗിക്കുന്നത്. കടുത്ത നടപടിക്കുള്ള സമയമായി എന്നുള്ളത് തന്നെയാണ്. പാർട്ടി നേതാക്കൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ പാർട്ടിക്ക് മുന്നിലേക്ക് ഒരു പരാതി, ആ പരാതി വന്നില്ല എന്നുള്ളതാണ് നേതാക്കൾ പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ ആ പരാതി നേതാക്കൾക്ക് മുന്നിലേക്ക് കൃത്യമായി തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ അതിന്റെ തുടർ നടപടികൾക്കായി ആ പരാതി KPCC DGPക്ക് കൈമാറുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും ഇനി രാഹുലിനെ വെച്ചുകൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ പാർട്ടിക്കൊപ്പം നിർത്തുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കടുത്ത നടപടി രാഹുലിനെതിരെ സ്വീകരിക്കാതിരിക്കുന്നത് അത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുമെന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. 9-ാം തീയതി ആദ്യഘട്ട പോളിംഗ് നടക്കാനിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സ്ത്രീ പീഡകനായ അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമത്തിന് നിരന്തരം പരാതികൾ ഉയർന്ന ഒരാളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾ വെച്ചുകൊണ്ട് പാർട്ടിക്കകത്ത് ഇരിക്കുന്നത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും. നിലവിൽ അനുകൂലമായ സാഹചര്യങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ട്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം കൊണ്ട് മാത്രം അങ്ങനെ ഒരു തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടാകുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് പാർട്ടിക്ക് മുന്നിലുള്ള വഴി. അതുകൊണ്ട് തന്നെ ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള, അതായത് പൂർണ്ണമായും ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറുക, രാഹുൽ മാങ്കൂട്ടവുമായി കോൺഗ്രസിന് ഒരു ബന്ധവുമില്ല എന്നുള്ള തരത്തിൽ പോവുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ആലോചന എന്നുള്ളത്. ഏതായാലും ഇനിയും ഒരുപക്ഷെ പരാതികൾ വരാനുള്ള സാധ്യതയും കോൺഗ്രസ് നേതൃത്വം തള്ളിക്കളയുന്നില്ല. ഏതായാലും അതുതന്നെയാണ് കൃത്യമായി ഇപ്പോൾ മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കടുത്ത നടപടി ഉടൻ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഇനി ആരെങ്കിലും അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന
ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും പുറത്തേക്ക് പോകാം. പുകഞ്ഞ കൊള്ളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെ ആ പുകഞ്ഞ കൊള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കും പാർട്ടിക്ക് പുറത്തേക്ക് പോകാമെന്ന് കൂടി ഇപ്പോൾ കെ മുരളീധരൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഏതായാലും പാർട്ടി KPCC നേതൃത്വത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നടപടികളിൽ കൂടിയാലോചനകൾ തുടരുകയാണ്. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ നൽകാനുണ്ട്. ബലാത്സംഗ കേസിൽ പ്രതിയായ പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്താക്കൽ അടക്കമുള്ള കടുത്ത നടപടിയിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നു എന്ന സൂചനയാണ് കെ മുരളീധരൻ നൽകുന്നത്. തെറ്റ് തിരുത്തലിന് സാധ്യത ഉള്ളതായി തോന്നാത്തതിനാൽ കടുത്ത നടപടിയിലേക്ക് കടക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്.